CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, RSSുമായി അനിവാര്യമായ സമയത്ത് ഞങ്ങൾക്ക് കൂട്ടുകൂടേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത്? വളരെ രസകരമായ എന്നാൽ അങ്ങേയറ്റം ആകാംക്ഷയുളവാക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഉത്തരം ലളിതമായി പറയുക സാധ്യമല്ല. പക്ഷേ ഒറ്റ വരിയിൽ പറഞ്ഞാൽ അത് നിലമ്പൂരിൽ മത്സരിക്കുന്ന CPM-ന്റെ എം സ്വരാജിനുള്ള ഒരു പണിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അതിലേക്ക് വരാം. ഇവിടെ വി ഗോവിന്ദൻ ഒരു ചാനൽ ചർച്ചയിൽ, മാതൃഭൂമി ചാനലിലാണെന്ന് തോന്നുന്നു, ചാനൽ ചർച്ചയിൽ ആണ് ഇത് പറഞ്ഞത്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന് സത്യസന്ധമായിട്ട് അങ്ങ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അന്ന് ഈ കോൺഗ്രസിനെതിരെ കോൺഗ്രസും CPI-യും കൂടെ ഒരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുകയാണ്. CPM പ്രതിപക്ഷ മുന്നണിയിലാണ്. അന്ന് ഈ പ്രതിപക്ഷ മുന്നണിയിൽ ഉൾപ്പെടാത്ത ഒരു പാർട്ടിയാണ് ജനതാ പാർട്ടി. ജനതാ പാർട്ടിയിൽ RSSകാരായ പലരും, രാജഗോപാലിനെ പോലെയുള്ള പലരും, KG മാരാർ, രാമൻപിള്ള, K രാമൻപിള്ള തുടങ്ങിയ ഉന്നതരായ നേതാക്കൾ, ജനസംഘത്തിൻ്റെ നേതാക്കൾ പിന്നീട് ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ജനതാ പാർട്ടിയും ഈ CPM-ഉമായിട്ട് തിരഞ്ഞെടുപ്പിൽ സഹകരിക്കുകയും ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. ശരിയാണ്, ഈ പറയുന്നത് പോലെ അന്ന് എല്ലാ കാലത്തും ഇപ്പോൾ തുടർച്ചയായി തന്നെ നോക്കുകയാണെങ്കിൽ നിരന്തരം RSSനെതിരെ വിമർശിക്കുകയാണ് CPM-ഉമായി ബന്ധപ്പെട്ട് നാം കേൾക്കുന്നത്. RSSനെ തടുക്കുവാൻ CPM-ന് മാത്രമേ കേരളത്തിൽ കഴിയുകയുള്ളൂ എന്നും പല നേതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവന. അതെ, അത് ഈ RSSനെ തടുക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനും ആ വോട്ട് ബാങ്ക് ലീഗിനോ UDFനോ കോൺഗ്രസിനോ ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന്, ഹിന്ദു തീവ്രവാദികളിൽ നിന്ന്, വർഗീയവാദികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ എന്നാണ് CPM പറഞ്ഞു വരുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കഴിഞ്ഞ 9 വർഷം പിണറായി വിജയൻ അധികാരത്തിലിരുന്നത് ഈ തന്ത്രം ഉപയോഗിച്ചിട്ടാണ്. പുലി വരുന്നേ പുലി എന്ന് വിളിച്ചു പോവുകയും അത് പറഞ്ഞ് ഭയപ്പെടുത്തി ആൾക്കാരെ ചൂഷണം ചെയ്യുകയാണ്. ഇവിടെ മുസ്ലിം സമൂഹത്തെ RSS എന്ന ഒരു വലിയ ഇത് കാണിച്ചു ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, ഇതാ RSSകാരെല്ലാം നിങ്ങളെ തിന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണല്ലോ പുലിയും നാട്ടിലിറങ്ങുന്നത് ഈ നാട് കാണാനല്ലല്ലോ, അതിന് കാട്ടിൽ ഇര കിട്ടാതെയാകുമ്പോഴാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലെ പുലിയുടെ കൈ കിട്ടിയ പുലി നമ്മളെ കൊല്ലും. അത് RSS അങ്ങനെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പറയുന്ന ഒരു നരേറ്റീവ്, ഒരു ആഖ്യാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, സൃഷ്ടിച്ചുകൊണ്ടാണ് CPM കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. അവർക്ക് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഴയ്ക്കും. ലോക്സഭയിൽ ഈ പറഞ്ഞതുപോലെ CPM-നെ ജയിപ്പിച്ചാലും കോൺഗ്രസിനെ ജയിപ്പിച്ചാലും അവിടെ കാര്യമൊന്നുമില്ല. കാരണം CPM ആണെങ്കിലും അവിടെ ചെന്നാൽ ഈ കോൺഗ്രസിൻ്റെ പുറകിലിരിക്കാനല്ലേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ കോൺഗ്രസിനെ അങ്ങ് ജയിപ്പിക്കാം. അതാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയൻ എന്നൊരു അതികായൻ, RSSനെതിരെ മഹാമേരു പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നൊക്കെയുള്ളൊരു സങ്കല്പത്തിൽ പിണറായി വിജയന് വോട്ട് ചെയ്യും. അതിപ്പോൾ കുറേ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി നല്ല ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ നല്ല ആൾക്കാർ പലരും BJPയിലേക്ക്, അബ്ദുൾ സലാം സാറിനെ പോലെയുള്ളവർ, കോഴിക്കോട് VC ആയിരുന്ന അബ്ദുൾ സലാം സാറിനെ പോലെയുള്ളവർ, അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവർ ഒക്കെ BJPയുമായിട്ട് ചേരുന്നു, BJPയോട് സഹകരിക്കുന്നുണ്ട്, BJPയുടെ ടിക്കറ്റിൽ അവർ മത്സരിക്കുന്നുമുണ്ട്. അബ്ദുൾ സലാം മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് ജയിക്കേണ്ട ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു. ഏറ്റവും ആദ്യം ജയിക്കേണ്ടതും അദ്ദേഹമായിരുന്നു. കാരണം വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, നല്ല മനുഷ്യനാണ്, നല്ലൊരു ദേശീയവാദിയാണ്, മതേതര ചിന്തയുള്ള ആളാണ്. അത് തുറന്നു പറയാനും അങ്ങനെ ജീവിക്കാനും ഒരു മടിയുമില്ലാത്തയാളാണ് അദ്ദേഹം. എല്ലാ കാലത്തും RSSനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് CPM.
അവർ തന്നെ എന്താണ് RSS എന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പല നേതാക്കളെ അതിനു വേണ്ടിയെല്ലാം നിയോഗിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ RSSുമായി ഒരു ഐക്യം കൽപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഇങ്ങനൊരു പ്രസ്താവന കൊണ്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, മുസ്ലിം വോട്ടാണ്. മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനും അതിനെ നേടാനും അതോ വേണ്ടിയിട്ടാണ്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ RSSുവിനെ എതിർത്തെടുത്ത് അവസാനം സ്നേഹത്തിന്റെ വഴിയിലേക്ക് പോവുകയാണോ? അല്ല, അതൊക്കെ അവരുടെ രാഷ്ട്രീയ അടവ് നയങ്ങളാണ്. ഈ RSS വിരോധം ഇവർ പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. അപ്പോൾ ഈ അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട RSS വിരോധം പ്രകടിപ്പിക്കുന്ന ഗോവിന്ദൻ അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എന്തിനാണ് ഈ 1979 തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ ഒരു നീക്കുപോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ അന്ന് സ്വീകരിച്ച ഒരു അടവ് നയത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ശ്രീജിത്ത് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അത് M സ്വരാജിനുള്ളൊരു പണി ആണോ എന്നാണ് എൻ്റെ സംശയം. കാരണം സ്വരാജ് അവിടെ അങ്ങനെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വിജയിച്ചു വരണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെങ്കിലും CPMനുള്ളിലുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ തോന്നും. അതിലവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സ്വരാജ് ഉയർന്നു വന്നാൽ ഇന്നിപ്പോൾ വലിയ ആഡംബരമൊക്കെ കാണിച്ചിരിക്കുന്ന മറ്റൊരാളിൻ്റെ സ്ഥാനം തെറിക്കും. ആ ആളിന് ഈ പറയുന്നത് പോലെ ഇന്ന് കിട്ടുന്ന രാഷ്ട്രീയ പരിഗണന, പാർട്ടിക്കുള്ളിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ചിലർക്കെങ്കിലുമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മുഹമ്മദ് റിയാസിൻ്റെ കാര്യമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയാണ് മുഹമ്മദ് റിയാസ്. ആ ഒരു പരിഗണന റിയാസിനുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിൽ CPMനുള്ളിൽ പലർക്കും അതൃപ്തിയുമുണ്ട്. പല മുതിർന്ന നേതാക്കൾക്കും ചെറുപ്പക്കാർക്കടക്കം ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന പലർക്കും അക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ലല്ലോ, അതുകൊണ്ട് അത് പരസ്യമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ വരികൾക്കിടയിൽ വായിച്ചാൽ അത് മനസ്സിലാകും. ഇവിടെ ഗോവിന്ദനും അത്തരത്തിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സ്വരാജിന് ഒരു പണി കൊടുത്തതാണോ എന്ന സംശയവും ഇല്ലാതില്ല. കാരണം ഇപ്പോൾ ഈ 79 തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചതിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറയേണ്ടതുണ്ടോ? എല്ലാ കാലത്തും ഈ RSSനെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിച്ചൊരു പാർട്ടിയാണ് CPM. അത് 79 മാത്രമല്ല, നമ്മളത് 89 കണ്ടിട്ടുണ്ട്. 89 അത് BJP ആയി മാറിയപ്പോൾ അന്ന് നമുക്കറിയാം VP സിംഗിനെ പിന്തുണച്ച് VP സിംഗിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പുറത്തുനിന്ന് BJPയും CPMും പിന്തുണയ്ക്കുന്നുണ്ട് VP സിംഗിനെ. VP സിംഗ് സർക്കാരിനെ നിലനിർത്തിയത് CPMും BJPയും കൂടി ചേർന്നാണ്. അന്ന് BJPയോടൊപ്പം സഹകരിക്കാൻ CPMന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, CPIക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാ വ്യാഴാഴ്ചകളിലും അത്താഴ വിരുന്നുണ്ടായിരുന്നു VP സിംഗിൻ്റെ വസതിയിൽ. അതിൽ LK അദ്വാനിയും CPMന്റെ മുതിർന്ന നേതാക്കളും, ഞാൻ പേരൊന്നും പറയുന്നില്ല, മുതിർന്ന നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുമായിരുന്നു. സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർ പോലും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവർക്ക് ഒരു തൊട്ടുകൂടായ്മയും RSSനോടോ BJPയോടോ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ വന്നത്. എന്നിട്ടും ഇന്ന് ഈ ഒരു വളരെ സങ്കീർണമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ടിത് പറഞ്ഞു, ഈ വിഷയം എടുത്തിട്ടു എന്നുള്ളത് വളരെയധികം സംശയിക്കേണ്ട കാര്യമാണ്. അതിലൂടെ ലക്ഷ്യം വച്ചിരിക്കുന്നത് കൃത്യമായിട്ടും M സ്വരാജിനെ ആണോ എന്നും സംശയിച്ചാൽ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല.